അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്നത് വൈറ്റനിങ് ക്രീമുകളെ കുറിച്ച് പറയാനാണ്. അത് ഞാൻ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഗുണങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂവിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചാണ് വന്നേക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമാണ്. കുറേ പേര് എന്നോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, പേഴ്സണലായിട്ട് വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ എൻ്റെ വീഡിയോസിനെ കുറിച്ച് കമൻ്റ് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു അഭ്യർത്ഥനയായിട്ട് കണക്കാക്കുക. യൂട്യൂബിൽ വന്നിട്ട് നിങ്ങൾ കമൻ്റ് അടിക്കാൻ ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ കുറേ ക്രീമുകൾ, വൈറ്റനിങ് ക്രീമുകൾ കുറച്ചൊക്കെ മാക്സിമം കുറേയൊക്കെ ഒന്ന് പരീക്ഷിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. കാരണം ചെറുപ്പകാലം തൊട്ടേ എനിക്കൊരു മൈൻഡിലൊരു ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി ഡാർക്ക് ആയതുകൊണ്ട് എത്രത്തോളം എനിക്ക് വൈറ്റനിങ് കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ക്രീമുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റനിങ് എഫക്റ്റ് കൂട്ടിയെടുക്കാമെന്നൊന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പം കുറേയൊക്കെ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ശരിക്കും സ്കിൻ കെയർ തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് ജോബിലേക്ക് കയറിയതിന് ശേഷം കേട്ടോ. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോലിയിലേക്ക് കയറി തുടങ്ങി. അതിന് മുമ്പ് അത്രയൊന്നും ശ്രദ്ധിക്കത്തുണ്ടായിരുന്നില്ല. പിന്നെ അപ്പം അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നു. കുറേയൊക്കെ ക്രീമുകൾ കുറേ വാരിത്തൂത്താൽ നമുക്ക് കുറേ സൈഡ് എഫക്റ്റുകൾ വരും. ഇന്ന് കുറേ മാർക്കറ്റിൽ വേഗം 5 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് വിളക്കാവുന്ന തരത്തിലുള്ള കുറേ ക്രീമുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ ക്രീമുകൾ ഉപയോഗിക്കാൻ എനിക്ക് പേടിയാണ്, ഞാൻ പരീക്ഷിച്ചിട്ടില്ല. പക്ഷേ അല്ലാതെ കുറേ നല്ല റിവ്യൂസൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് തന്നെ കേട്ടോ. അപ്പം അങ്ങനെ ക്രീമുകൾ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് തോന്നിയ ഒരു ബോഡി ലോഷനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇത് കോജിക് ആസിഡിൻ്റെ ഒരു വൈറ്റനിങ് ബോഡി ലോഷനാണ്. കോജിക് ആസിഡിനെ കുറിച്ച് ഞാനിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാവുന്നൊരു കാര്യമാണ് കോജിക് ആസിഡിൻ്റെ യൂസും ഉപയോഗങ്ങളൊക്കെ. അപ്പം ഈ ക്രീം ഇപ്പം ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല. ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു ക്രീമാണ്. പിന്നെ പ്രഗ്നൻറ്റ് വുമൻസിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് വാങ്ങിയ ഒരു ക്രീമാണ്. പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രീം ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഞാൻ ഏത് വീഡിയോ ഇടുമ്പോഴും വൈറ്റനിങ്ങിൻ്റെ ക്രീമുകൾ, ലോഷൻസൊക്കെ ഉപയോഗിക്കുന്ന ക്രീമുകളെ കുറിച്ച് ഞാൻ പറയുമ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ സ്കിൻ ടോൺ മാറുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിൽ അലർജീസ് റിയാക്ഷൻസ് വരുന്ന ഡിപ്പെൻഡ് അപ്പോൺ ദ പേഴ്സൺ ആണ്. അപ്പം ഒരാൾ യൂസ് ചെയ്തു എന്ന് ഉപയോഗിച്ച് എനിക്ക് എന്തെങ്കിലും മാറ്റം വന്നെന്ന് ഓർത്ത് 100% എനിക്ക് ഷുവറെ അറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്കും ഇത് സംഭവിച്ചേക്കാവുന്ന. പക്ഷേ നമുക്ക് ട്രൈ ചെയ്യാം, നമ്മുടെ ബെസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം. ആയിട്ടുള്ള വൈറ്റനിങ് എഫക്റ്റ് വരണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ സാധാരണ മുട്ടവെള്ള മാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് സ്പൂണോ അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പത രൂപത്തിൽ വരും. ആ സംഭവം നമ്മുടെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് വരും കേട്ടോ. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ പപ്പായ ആണെങ്കിൽ നല്ല ഒരു വൈറ്റനിങ് എഫക്റ്റ് വരുന്ന ഒരു ഫ്രൂട്ടാണ്. കഴിച്ചാലും അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്തപ്പം എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു വൈറ്റനിങ് എഫക്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് വരുന്ന ഒരു ടിപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഉലുവയില്ലേ, ഇത് ഞാൻ ഇപ്പോഴൊന്നും അല്ല, പണ്ട് ചെയ്ത കാര്യം. പക്ഷെ അന്ന് നല്ല മാറ്റങ്ങളായിട്ട് തോന്നിയോണ്ട് പറയുന്നത് കേട്ടോ. ഈ ഉലുവ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് മുഖത്ത് തൂത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു വൈറ്റനിങ് എഫക്റ്റ് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് എത്രത്തോളം വൈറ്റനിങ് എഫക്റ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് നോക്കാം. പിന്നെ ഇത്രയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ റിയൽ ലൈഫിലെ കുറച്ച് സ്റ്റോറിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ഈ വൈറ്റനിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുവാണ്,
ചെറുപ്പകാലത്തിൽ എനിക്കുണ്ടായ എൻ്റെ തെറ്റിദ്ധാരണകൾ കാരണം എനിക്കുണ്ടായ ഓരോ വിഷമങ്ങൾ എന്തിനായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുമ്പം എനിക്ക് തന്നെ ചിരി വരുന്ന കാര്യമായിട്ട്. കാരണം ചെറുപ്പത്തിൽ ഞാൻ നന്നായിട്ട് ഡാർക്കായിട്ടിരുന്ന ഒരു വ്യക്തിയായിട്ട് അപ്പം ഈ ഡാർക്ക്നെസ് കാരണം ഈ നല്ല ഒരു കറുത്ത ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാവും, ഞാൻ കറുത്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നോട്ട് വലിയുന്ന ഒരു സ്വഭാവക്കാരുണ്ട് കേട്ടോ നമ്മുടെ ഇടയിൽ. അതിലൊരു കൂട്ടക്കാരിയായിരുന്നു ഞാൻ. കാരണം എൻ്റെ സിസ്റ്റം നഷ്ടപ്പെടും, ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറേ കാര്യങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞിട്ടുണ്ട്. എൻ്റെ നല്ല അവസരങ്ങൾ വരെ ഞാൻ നഷ്ടപ്പെടുത്തിയ പല കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ പറയാൻ തുടങ്ങി നമ്മൾ നീണ്ടു പോകും. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെളുപ്പിലും കറുപ്പിലും കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും ചില കാര്യങ്ങളിലുണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അന്നത്തെ കാലത്തൊക്കെ പക്ഷെ ഇന്നത്ര ഇല്ല. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും കുറച്ച് സൗന്ദര്യം അല്ലെങ്കിൽ കുറച്ച് പണവും പ്രതാപവും ഉള്ള പിള്ളേരോടൊക്കെ ഭയങ്കര കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും അവരെല്ലാം പൊക്കി പിടിച്ച് എല്ലാ ആക്ടിവിറ്റീസിനകത്താണെങ്കിലും ഇൻവോൾവ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ അന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഡെവലപ്പായിട്ടുണ്ട്. എല്ലാവർക്കും ബോധം വിവരം വെച്ചുകൊണ്ടുണ്ടല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ആരെയും തരംതിരുത്തി മാറ്റുന്നൊന്നുമില്ലേ. ഇപ്പം പിന്മാറിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിനെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് വന്നേക്കും കേട്ടോ. അതൊക്കെ ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സത്യമായിട്ടുള്ള നല്ലൊരു കാര്യമാണ്. അപ്പം ഈ ചിന്താഗതികളെയൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഓൾറെഡി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും നിറത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ ഗൈസ് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഓർത്തോളുക, ഈ പറയുന്നവരുടെ വിവരമില്ലായ്മ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അത് കാരണം ബി പോസിറ്റീവ്, ഓൾവേസ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.